പ്രിയരെ നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു ഓർമ്മ ദിവസമാണ്. 1988 സർവീസിൽ ചേർന്ന് 2022 മെയ് 31 ഞാൻ റിട്ടയർ ചെയ്തത്. പാലക്കാട് ടൗണിലെ ട്രാഫിക്കിന്റെ ചുമതലയിരിക്കുകയാണ് എൻ്റെ റിട്ടയർമെന്റ്. ഈ ദിവസം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി വെറുതെ ഒരു വീഡിയോ ചെയ്യണമെന്ന് മാത്രം. പറയാൻ വന്ന വിഷയത്തിൽ പ്രധാനപ്പെട്ടത് പരമാവധി ആത്മാർത്ഥത പുലർത്തി ജോലിയെടുത്തിട്ടുള്ള എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ജോലിയെടുത്തത്. അഭിമാനത്തോടെ തന്നെ ജോലിയെടുത്തതിന്റെ ഒരു ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, 2006 കാലഘട്ടത്തിൽ ആലത്തൂർ സ്റ്റേഷനിൽ ജോലിയെടുക്കുന്ന സമയത്താണ് അന്നത്തെ SHO, അതുപോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്ത് അദ്ദേഹം പിന്നീട് സബ് ഇൻസ്പെക്ടറായി, ഡയറക്ടർ SI ആയി, പിന്നീട് DYSP ആയിട്ട് റിട്ടയർ ചെയ്തത് ബഹുമാനിതനായ സണ്ണി ചാക്കോ സാറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് SHO ആണ് ആലത്തൂർ. എങ്ങനെയാണ് പോലീസ് പബ്ലിക്സിനോട് ഇടപെടേണ്ടത് എന്ന കൃത്യമായൊരു അർത്ഥം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. രാഷ്ട്രീയ വിശ്വാസമുണ്ടെങ്കിൽ പോലും അതിന്റെ യാതൊരു പ്രസരവും കാണിക്കാത്ത തരത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരോടും വളരെയധികം അടുപ്പത്തോടെ ഇടപെടുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് നിലപാട് സ്വീകരിക്കുകയും വളരെ ചടുലതയോടെ തന്നെ ഗൗരവമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന അദ്ദേഹം അന്ന് ആലത്തൂരിലെ പലർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവന്റെ ക്ലാസുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. അങ്ങനെ 2006 കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ പല ക്ലാസ്സുകളെ വിളിക്കുന്നതോടൊപ്പം തോണിപ്പാടം UP സ്കൂളിലും ചിറ്റഞ്ചേരി UP സ്കൂളിലും വിളിക്കരുത്. അന്ന് കുട്ടികളുടെ UP സ്കൂളിലെ കുട്ടികളുടെ സഹവാസ ക്യാമ്പിലാണ് വിളിച്ചത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എനിക്കെന്തോ എൻഗേജ്മെന്റ് ഉണ്ടെന്ന് എന്നോട് നുണ പറഞ്ഞിട്ട്, ചിരിച്ചുകൊണ്ടാണ്, നുണ എന്ന് പറഞ്ഞാൽ നുണയായിട്ടങ്ങനെ ചിരിച്ചുകൊണ്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ട്, താൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിൽ പോയിട്ട് വന്ന് പറഞ്ഞു എന്നോട് ക്ലാസ്സിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിതിൽ പരിചയമില്ലല്ലോ സാർ, എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. അപ്പൊ പുള്ളി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്നെ സംബന്ധിച്ച് എന്റെ വർത്തമാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ളൂ. മേലധികാരികൾ പ്രത്യേകിച്ച്, നമ്മുടെ സഹപ്രവർത്തകരിലും പ്രത്യേകിച്ച് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നിസ്സംഗഭാവമോ അല്ലെങ്കിൽ മറ്റു ഭാവങ്ങളോ ആണ് പ്രകടിപ്പിക്കാറ് അല്ലെങ്കിൽ മനസ്സിൽ വെക്കാറ്. ഞാൻ അതിനെക്കുറിച്ച്, അതൊക്കെ അവരവരുടെ സംസ്കാരം. ഞാൻ പറയാൻ വരുന്ന നമ്മുടെ പക്വതയിലനുസരിച്ച് നമ്മൾ സംസാരിക്കണ്ടേ, നമ്മൾ അവരുടെ മനസ്സിന് നമ്മൾ ഇതിനെ പഠിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അദ്ദേഹം എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കൂടെ ചന്തമുള്ള ഒരു പോലീസുകാരൻ തോന്നും, വണ്ടാഴിയിലെ പ്രമോദ് എന്ന എന്റെ സുഹൃത്തിനെയും കൂടി, രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിന് നിർദ്ദേശം മാനിച്ചുകൊണ്ട് പോയി. അത് BRC കോർഡിനേറ്റർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഹെഡ് കോൺസ്റ്റബിൾ ആണ്, അന്ന് HSC ആണ്. അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ആ മുഖം കണ്ടാൽ അറിയാം. പക്ഷേ ക്ലാസ്സൊക്കെ സംസാരിക്കാൻ തുടങ്ങി, വിഷയങ്ങൾ പല ചർച്ചകൾ വന്നു. കുട്ടികളുടെ ഭാഗത്തുനിന്ന് പോലീസ് കൈക്കൂലി വാങ്ങിക്കുമോ എന്ന ചോദ്യം വരെ നേരിട്ടു. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോടെ കുട്ടികളും അവിടെ കൂടി രക്ഷിതാക്കളും അധ്യാപകരടക്കം സന്തോഷത്തോടെ ആ ഉത്തരം സ്വീകരിച്ച് ചിരിച്ചിട്ട് തന്നെയാണ് അതിനെ സ്വീകരിച്ചത്. കാരണം ഞാൻ അത്ര തന്ത്രപരമായിട്ടാണ് ആ കാര്യത്തിൽ മറുപടി പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയ ക്ലാസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാറുന്നത് വരെയും പല സ്ഥലങ്ങളിൽ പോയിട്ട്, പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലടക്കം പോയിട്ട് പലതരത്തിലുള്ള ക്ലാസ്സുകൾ, കുട്ടികളുടെ അവയർനെസ്, അവരുടെ മൂല്യങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് എന്റേതായിട്ടുള്ള ചില നിഗമനങ്ങളോടുകൂടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ട്രെയിനിങ് ഒന്നും തരുന്നില്ല, നമ്മൾ തന്നെ കളക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആന്റി നർക്കോട്ടിക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാനുള്ള സോഴ്സ് ഒന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി അന്ന് തുടങ്ങിയ ക്ലാസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും യൂണിഫോം അഴിച്ചു വെക്കുന്ന കാലം വരെയും ഒരുപാടുണ്ടായിരുന്നു. വിശേഷ്യ അഴിച്ചു വെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെയധികം ക്ലാസ്സുകൾ ആളുകളോട് സംവദിക്കാൻ എനിക്ക് പറ്റി. കുട്ടികളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടും അധ്യാപകരോടും വരെ നമുക്ക് സംവദിക്കാൻ പറ്റിയത് അഭിമാനത്തോടെ ഓർക്കുകയാണ് ഈ ദിവസം ഞാൻ. അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചിത്രങ്ങളുണ്ട്, കുറച്ച് ചിത്രങ്ങൾ മാത്രം എടുത്തു. സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആത്മപ്രശംസയായിട്ട് കരുതിയാലും തെറ്റില്ല. ആത്മപ്രശംസയുടെ കാലമാണ്, സെൽഫ് എക്സിബിഷൻസിന്റെ കാലമാണ്. അങ്ങനെ കരുതിയാലും തെറ്റൊന്നുമില്ല എന്ന് തന്നെ അതും കൂടി ചേർത്തി പറയട്ടെ. എനിവേ, ഈ ക്ലാസ്സിലേക്ക് എന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച എല്ലാ അധ്യാപകർക്കും, രക്ഷിതാക്കൾക്കും, PTA പ്രതിനിധികൾക്കും, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് വിളിക്കുന്ന കുറച്ച് മാത്രം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടെ ഞാൻ എന്റെ ഹൃദയംഗമമായ നന്ദി സമർപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വർഷങ്ങളായിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിപ്പോൾ ഈ വർഷം കൂടി ഓഗസ്റ്റ് മാസം വന്നാൽ കൂടി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എപ്പോഴാണോ മതിയാക്കുന്നത് അപ്പോഴേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് കഴിഞ്ഞ വർഷം പറഞ്ഞത്. എന്നാൽ ഈ വർഷം കൂടി അദ്ദേഹം
ക്ഷണിക്കും. ഞാൻ സ്ഥലം പറയില്ല, ഓഗസ്റ്റ് മാസത്തിലായിരിക്കും മിക്കവാറും. അവിടെ 8ാമത്തെ 9ാമത്തെ വർഷമാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ 3 4 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് വിളിച്ചിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഭയങ്കരമായ അഭിമാനം. ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കിട്ടാത്ത രീതിയിൽ നമ്മുടേതായിട്ടുള്ള നിഗമനങ്ങളും വാർത്താടിസ്ഥാനത്തിലുള്ള വർത്തമാനങ്ങളും എല്ലാം കൂടി ചേർത്തി വെച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ, ആളുകളിലേക്ക് എത്തിക്കുക 1 മണിക്കൂറൊക്കെ പിടിച്ചിരിക്കാൻ അറിയാലോ. പാട്ട് പാടിക്കൊണ്ടിരിക്കുകയല്ലോ. പാട്ട് ഏതെങ്കിലും ഗാനമേള ടീം വന്നിട്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ പാടിപ്പിക്കാൻ അവർക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്താലും അത് പ്രശ്നമല്ലാത്ത തരത്തിൽ അവരെ സുഖമായിട്ട് അത് ആസ്വദിപ്പിക്കും. പക്ഷെ വാക്കുകളെ കേട്ടുകൊണ്ട് അത്ര സമയം ഇരുത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് സംസാരിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, കേൾക്കുന്നവർക്ക് വേണ്ടിയാണെന്നുള്ള ബോധത്തിലിരിക്കുന്ന പ്രഭാഷകന് അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ കാണാം. അത് വെറുപ്പാണോ അല്ലെങ്കിൽ വിരക്തിയാണോ, ബോറടിക്കുന്നുണ്ടെന്നൊക്കെ കാണാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബോറടിക്കാൻ ഞാൻ നിർത്തി പോകാറുണ്ട്. അങ്ങനെ അനുഭവം വളരെ കുറച്ച് ഒരു സ്ഥലത്ത് മാത്രമേ എന്റെ ഓർമ്മയിൽ വന്നിട്ടുള്ളൂ, ചാലക്കുടിയിൽ മാത്രം. അവിടെ മാത്രം. അതൊരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട, ക്രിസ്ത്യൻ പള്ളിയായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ കുട്ടികൾക്ക് സംസാരിക്കാൻ പോയപ്പോൾ മാത്രം ചെറിയൊരു വിരസത കണ്ട് ഞാൻ പകുതി ഒരു 3/4 ഭാഗമായിട്ട് നിർത്തേണ്ടി വന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും വളരെ സന്തോഷകരമായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത്. സമകാലിക വിഷയങ്ങളും കുട്ടികളിലുള്ള മൂല്യങ്ങളെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥയും രക്ഷിതാക്കൾക്കുള്ള ഒരു അവയർനെസ്സും ഈ കാലഘട്ടത്തിന്റെ ന്യൂനതകളെക്കുറിച്ചും ഈ കാലഘട്ടത്തിന്റെ സാംസ്കാരിക അധപതനെ കുറിച്ചും ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഇടപെടാറുള്ള ഭാഗങ്ങളിലെ മാലിന്യങ്ങളെക്കുറിച്ചും സോഷ്യൽ എവിൾസ് എന്നുള്ള ആ മാലിന്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. അതിനൊക്കെ എന്നെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ അകമഴിഞ്ഞ നന്ദി കൂടി ഞാൻ അറിയിക്കാനാണ് ഈ ഒരു ദിവസം ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്ന് പറയാണ്. എൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 3 വർഷം ഇന്നേക്ക് തികഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദിവസത്തെ ഈ വർത്തമാനം പറയാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചിലരെങ്കിലും എന്നെ പരിചയമുള്ള, എന്റെ വാക്കുകളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരൊഴികെ ബാക്കി ചിലരെങ്കിലും കേട്ടുകേൾവി അനുസരിച്ച് എന്റെ നമ്പറിൽ വിളിക്കുന്നവർക്കെങ്കിലും ചിലപ്പോൾ അധികാരത്തിന്റെ ആ ഒരു അടയാളം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിരക്തി ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വിളിക്കാതിരിക്കാം, വിളിക്കുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ വേണ്ടിക്ക് വിളിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എന്നെ വിളിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്നവരൊഴികെ ബാക്കി ഉള്ള ആളുകളുടെ ക്ലാസ്സുകളിലേക്ക് ക്ഷണം വന്നാൽ നിരസിച്ചാലോ എന്നുള്ള ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത് ഞാൻ തീരുമാനമെടുക്കാൻ ഒരു ആലോചനയാണ്. എന്റെ പ്രിയപ്പെട്ടവർ അത് വേണ്ടെന്നൊക്കെ അതിലേക്ക് കമന്റ് ഇടുകയായിരിക്കാം. അങ്ങനെ എന്നാൽ പോലും പുതിയ തലമുറകൾ വന്ന് സംസാരിക്കട്ടെ. എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളൂ. ഒന്ന്, ഇങ്ങനെ സംസാരിക്കുന്നവരോട് അല്ലെങ്കിൽ ക്ലാസ്സിൽ വിളിക്കുന്ന ആൾക്കാരോട്, ഇപ്പൊ PTA കമ്മിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ അധ്യാപകരായിട്ട് വിളിക്കുന്നവരോട്, നിങ്ങൾ എന്തായാലും 1 മണിക്കൂർ മിനിമം സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അതിന് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് വിഷയങ്ങളെ കേൾവിക്കാർക്ക് ബോറടിക്കാത്ത തരത്തിൽ അവതരിപ്പിക്കുന്ന ആളുകളെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. കടം കഴിക്കാൻ വേണ്ടി വിളിക്കേണ്ടെന്ന് അർത്ഥം. അതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, ഇങ്ങനെ വിളിച്ച് വേദിയിലിരുത്തി പ്രാർത്ഥന, സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, ആശംസകളെല്ലാം കഴിഞ്ഞിട്ട് ആരാണോ വിഷയം അവതരിപ്പിക്കുന്നത് അയാളുടെ കയ്യിലേക്ക് മൈക്ക് കിട്ടുമ്പോൾ അപ്പോഴേക്ക് കുട്ടികളാണെങ്കിൽ അവർക്കും ഉറക്കം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ബോറടിച്ചിട്ടുണ്ടാവും. രക്ഷിതാക്കളാണെങ്കിൽ അവർക്ക് 100 കാര്യങ്ങൾക്കിടയ്ക്കാണ് വന്നിട്ടുണ്ടാകുക, അവർക്കും ബോറടിച്ചിട്ടുണ്ടാവും. അപ്പൊ വിഷയാവതരണത്തിന് വന്ന ആൾക്ക് ആ വേദിയിൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെ 2 കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കാരണം കാലഘട്ടത്തിന്റെ ഇങ്ങനെ സംസാരിച്ചിട്ട് പോലും നമ്മുടെ പുതിയ കൗമാര പ്രായത്തിലുള്ള അല്ലെങ്കിൽ യുവതയിലുള്ള ഒരു വിഭാഗം കുട്ടികൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് നമ്മുടെ മയക്കുമരുന്നിന്റെ വ്യാപനത്തെക്കുറിച്ച് ഞാൻ വർഷങ്ങളായിട്ട് പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പേ പറയാൻ തുടങ്ങിയാണ്. ഇവിടെ എന്താണ് മാറ്റം ഉണ്ടായത്? ഒന്ന് പിന്നെ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കാം. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വാസമില്ല. എങ്കിൽ പോലും ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ സ്ത്രീകളോടുള്ള പെരുമാറ്റം, കുട്ടികളോടുള്ള പെരുമാറ്റം, കുട്ടികളും അച്ഛന്മാരും തമ്മിലുള്ള, അമ്മമാരും തമ്മിലുള്ള ഇടപെടലുകൾ, അവരുടെ മാതൃപിതൃ ബന്ധം, അധ്യാപകരായിട്ടുള്ള ബന്ധം, അങ്ങനെ പല കാര്യങ്ങളിലും മൂല്യങ്ങൾക്ക് എവിടേക്കോ ശോഷണം സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നാം. കാരണം ഓരോ ആളുകൾ ഇതെടുത്തു വെച്ചിട്ടുണ്ട്, അവരുടെ മനസ്സിനകത്ത് ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് നടക്കുക. അതിൽ നിന്ന് നമ്മുടെ ഒരു പ്രഭാഷണം കൊണ്ടൊന്നും മാറുന്ന കാലം അതിക്രമിച്ചു. ഒരാൾ ചിന്തിച്ചിട്ട് ഉറപ്പിച്ചുകൊണ്ട് ആ വഴിയെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഞാൻ നടക്കുക, എന്റെ കുട്ടീനെ ഇന്ന രീതിയിൽ സംസാരിപ്പിക്കുക, ഇന്ന രീതിയിലാണ് പഠിപ്പിക്കുക, ഇന്ന രീതിയിലാണ് പഠിക്കുക. ഇവിടെ നമ്മുടെ വർത്തമാനങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട്
യൂണിഫോം ഒക്കെ ഉള്ള ആളുകളെയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കുറച്ച് എന്താ പറയുക, ഡെസിഗ്നേറ്ററി പവറെങ്കിലും ഉണ്ടാവുമല്ലോ എന്നുള്ള 2-3 കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇത്രയും കാലം അത് ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇത്രയും കാലം എന്നെ വിളിച്ചിട്ടുള്ള, ഇപ്പോഴും കൊടുവായൂരിലെ ഒരു ക്ലാസ്സിലേക്കും നമ്മുടെ സ്വന്തം നാടായ മുടപ്പുഴയിലേക്കും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മെല്ലെ 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 നിർത്താം. കാരണം ഡിസ്കണ്ടിന്യൂഷൻ വരും നമുക്ക്. പിന്നെ ഡിസിഗ്നേറ്ററി പവർ ഇല്ലാത്തതുകൊണ്ട് അത് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെ പലതരം പോയിന്റ്സുകൾ ഉണ്ടാകും. അപ്പം മെല്ലെ പതിയെ പതിയെ ക്ലാസ്സുകളിൽ നിന്നും വിട പറയാനുള്ള ഒരു ചിന്ത ഉണ്ട്. വേണമെങ്കിൽ അതിനെക്കുറിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ എനിക്കറിയാം. പവർ പോയിന്റ് പ്രസന്റേഷനും അതല്ലാതെ തന്നെ അതിനൊക്കെ വളരെയധികം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ഞാൻ മനസ്സിൽ വെച്ചതാണ്. പിന്നെയും ആലോചിച്ചു മറ്റുള്ള പുതിയ തലമുറയും വരട്ടെ. ഇപ്പൊ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ വേറൊരാളായിരിക്കുമല്ലോ നമ്മുടെ പിള്ളേർ വരിക. അപ്പൊ അതൊരു അവസരമാണ്. അപ്പൊ എക്സൈസ് ആയാലും ശരി, ഫോറസ്റ്റ് ആയാലും ശരി, പോലീസ് ആയാലും ശരി, ഹെൽത്തിന്റെ ആൾക്കാരും ശരി, ജനങ്ങളിലേക്ക് സംവദിക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ വലിയ പ്രസംഗത്തിന്റെ രീതിയിലല്ലാതെ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ മുൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒന്നുകൂടി പറയട്ടെ, എന്നെ ഇതുവരെയും വിളിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. നമസ്കാരം.